പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മീനുവിനെ ഞെട്ടിച്ചുകൊണ്ടുള്ള വഴിത്തിരിവുകളാണ് ഇപ്പോൾ വന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മീനു ഇപ്പോൾ തന്നെ സഹായിക്കുന്നത് സൂരജാണ് എന്നുള്ള കാര്യം ഉറപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മീനുവിന് വളരെയധികം സന്തോഷമാവുകയും ചെയ്യുന്നു. ഒരിക്കലും സൂരജ് തന്നെ സഹായിക്കുമെന്ന് മീനു പ്രതീക്ഷിച്ചിരുന്നതല്ല. പക്ഷേ തന്നെ സഹായിക്കുന്നതിന് തയ്യാറായി അയാൾ മുന്നിലേക്ക് വന്നിരിക്കുന്നു. ഇതോടെ മീനു സൂരജിനെ ചെന്ന് കണ്ട് നന്ദി അറിയിച്ചിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ മീനുവിന്റെ ഈ വാക്കുകൾ സൂരജിനെ ഒരു നിമിഷത്തേക്ക് ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു. സൂരജ് ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് എക്സ്പെക്ട് ചെയ്തില്ല എന്നത് തന്നെയാണ് സത്യം. പക്ഷേ ഇതേ സമയം ശിവരഞ്ജിനിയാകട്ടെ തിരിച്ചടിക്കണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ്. ഒരിക്കലും തോൽവി ഇനി സമ്മതിക്കാൻ സാധിക്കുകയില്ല. മീനുവിന്റെ മുന്നിൽ തോൽക്കുന്നത് അത് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ അവളുടെ കമ്പനിയെ തന്നെ തകർത്ത് കളയണം. അതിനായി നിരുപമ നൽകിയ പദ്ധതികൾ അനുസരിക്കാൻ തയ്യാറായിക്കൊണ്ട് മുന്നിലേക്ക് വരികയാണ് ശിവരഞ്ജിനി. ഇതോടെ ശിവരഞ്ജിനി പുതിയൊരു ഏറ്റുമുട്ടൽ തുടങ്ങുകയായി. മീനുവിന് സഹായമായി ഇതേ സമയം കൂടെ നിൽക്കുകയാണ് സൂരജ്. ഇത് പുതിയ പ്രതീക്ഷകൾ നൽകുകയും ചെയ്യുന്നു മീനുവിന്. പക്ഷേ ഇതൊന്നും കണ്ടു നിൽക്കാൻ ഇഷ്ടമാകുന്നില്ല ഇപ്പോൾ ചിന്താമണിക്ക്. ഇതോടെ ചിന്താമണി ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിക്കുകയും എത്രയും പെട്ടെന്ന് തന്നെ സൂരജിൽ നിന്ന് മീനുവിനെ അകറ്റണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. കാര്യങ്ങൾ ബുദ്ധിപൂർവമായി നീക്കണം. എന്നാൽ മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അതിനായി എന്തു ചെയ്യണം എന്ന് ആലോചിക്കുകയും ചെയ്തതിനെ തുടർന്നാണ് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത്. പക്ഷേ ഇതിനിടയിൽ സൂരജിന് മീനുവിനെ ഇഷ്ടമായി തുടങ്ങുകയും ചെയ്യുന്നു. ഈ കാര്യം ഒടുവിൽ മീനുവിനോട് തുറന്ന് പറയുന്നതിനുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് കടന്നു വരികയാണ് സൂരജ്. ഇതിന്റെ ഭാഗമായി മീനുവിനെ ചെന്ന് കാണുന്ന സൂരജ്, ഞാൻ ഇതുവരെ ജീവിതത്തിൽ ഒറ്റയ്ക്ക് ജീവിക്കണം എന്നാണ് കരുതിയിരുന്നത്. പക്ഷേ മീനുവിനെ കണ്ടതിനെ തുടർന്ന് ഇപ്പോൾ പുതിയ മാറ്റങ്ങൾ വന്ന് സംഭവിച്ചിരിക്കുകയാണ്. എനിക്ക് മീനുവിനെ എൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അതുകൊണ്ട് തന്നെ മീനു അതിന് തയ്യാറാണോ എന്നാണ് എനിക്കിപ്പോൾ ചോദിക്കാനുള്ളത്. അപ്രതീക്ഷിതമായ ഈ ചോദ്യത്തിന് മുന്നിൽ മീനു ഒരു നിമിഷത്തേക്ക് പകച്ചു പോകുന്നു. മീനുവിന്റെ മനസ്സിലും സൂരജിനോട് ഇഷ്ടമുണ്ട് എങ്കിലും അത് തുറന്നു സമ്മതിക്കാൻ തയ്യാറാകാതെയാണ് തൽക്കാലത്തേക്ക് മീനു മുന്നോട്ട് പോകുന്നത്. ഇതോടെ മീനു തനിക്ക് കുറച്ച് സമയം വേണമെന്നും ഞാനിപ്പോൾ ഒരു യുദ്ധത്തിലാണ് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. എൻ്റെ കമ്പനിയെ രക്ഷിക്കണം, ആ ഒരു ചിന്ത മാത്രമാണ് ഇപ്പോൾ എനിക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വിവാഹവും മറ്റു കാര്യമൊന്നും എനിക്ക് മനസ്സിലേക്ക് കടന്നു വരാത്ത കാര്യമാണ്. എനിക്ക് കുറച്ച് സമയം തന്നാൽ ഞാൻ കാര്യങ്ങൾ പിന്നീട് പറയാം. ഇതോടെ സൂരജ് അതിന് തയ്യാറായിരിക്കുകയാണ്. മീനുവിന് വേണ്ട സമയം എടുത്തുകൊള്ളൂ എന്ന് സൂരജ് അറിയിക്കുകയും ചെയ്തത് മീനുവിന് സന്തോഷമുണ്ടാക്കുന്ന കാര്യമാകുന്നു. പക്ഷേ ഈ കാര്യം അറിയുന്നത് തിരിച്ചടിയായിരിക്കുകയാണ് ചിന്താമണിക്ക്. ഇതോടെ ചിന്താമണി ഈ കാര്യം നാരായണനെ അറിയിക്കുകയും ചെയ്യുന്നു. നാരായണനോട് സൂരജിനെ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് അകറ്റുന്നതിനായി എന്തെങ്കിലും ചെയ്യണമെന്നും നാരായണന് മാത്രമാണ് ഇപ്പോൾ അത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് നാരായണൻ മീനുവിനെ ചെന്ന് കണ്ടിരിക്കുകയാണ്. മീനു, സൂരജിനെ വിശ്വസിക്കാൻ പറ്റുകയില്ല. നമ്മളെ ചതിക്കുന്നതിന് വേണ്ടിയുള്ള ട്രാപ്പാണ് ഇത്. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കി വേണം മുന്നിലേക്ക് പോകാൻ.
വെറുതെ എടുത്തു ചാടി ഓരോ മണ്ടത്തരം കാണിക്കരുത് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് സൂരജിന്റെ കാര്യത്തിൽ ഞാൻ തീരുമാനം എടുത്തുകൊള്ളാമെന്നും നാരായണന്റെ അഡ്വൈസ് വേണ്ട എന്നുള്ള കാര്യവും മീനു തുറന്നു പറഞ്ഞത് ഞെട്ടിച്ചിരിക്കുകയാണ് നാരായണനെ. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.